രണ്ടാമത്തെ സെഗ്മെന്റ് നമുക്ക് ഇവിടെ ആരംഭിക്കാം. ഇതൊരു പുതിയ സെഗ്മെന്റ് ആണ്, ഫ്ലോർ പ്ലാൻ. ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റ് തുടങ്ങാമെന്ന് തീരുമാനിച്ചത്. കാരണം പലരും ഫ്ലോർ പ്ലാൻസ് വേണം, അത് ടെലിവിഷനിലൂടെ അവർക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നമ്മൾ കുക്കൂസ് നെസ്റ്റിൽ ഇത് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ എന്തായാലും ആദ്യത്തെ പ്ലാൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. (2600 സ്ക്വയർ ഫീറ്റ് വലിപ്പം വരുന്ന ഒരു വീടിന്റെ പ്ലാൻ ആണ് ഇത്. മാസ്റ്റർ ബെഡ്റൂം അടക്കം 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 3 കിടപ്പുമുറികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 2600 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു വീടിന്റെ പ്ലാൻ. 2 അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് ഈ പ്ലാനിൽ ഉള്ളത്. ഇതിനോടൊപ്പം തന്നെ ലിവിംഗ് റൂം, ഡൈനിങ് റൂം, അടുക്കള, ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ, പോർച്ച് എന്നിവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 2600 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ 3 ബെഡ്റൂമുകളുള്ള ഒരു വീടിന്റെ പ്ലാൻ. വീടിന്റെ ഉൾഭാഗത്തിന് അകത്തുള്ള അത്രയും ഭാഗം 1958 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ വരാന്ത, തൂണുകൾ, പോർച്ച്, ആ ഭാഗം എല്ലാം കൂടി 665 സ്ക്വയർ ഫീറ്റ്. അങ്ങനെ മൊത്തം 2623 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ കൃത്യമായ വിസ്തൃതി. അപ്പൊ ഈ പ്ലാൻ കണ്ടല്ലോ. അപ്പൊ ഈ പ്ലാൻ അനുസരിച്ച് ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ തീർച്ചയായും ഈ പ്ലാൻ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പ്രത്യേകം ഓർക്കേണ്ട ഒന്നെന്ന് പറയുമ്പോൾ ബജറ്റിനെ കുറിച്ചാണ്. ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വീട് പണിയുമ്പോൾ അതനുസരിച്ച് നിർമ്മാണ സാമഗ്രികളുടെ വിലയും അതുപോലെ ലേബർ ചാർജും ഒക്കെ തന്നെ വ്യത്യാസമായിരിക്കും. അപ്പൊ അതെപ്പോഴും ഓർത്തിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ബജറ്റ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തൽക്കാലം പ്ലാനുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയിപ്പോ നമുക്ക് രണ്ടാമത്തെ പ്ലാൻ ഒന്ന് പരിശോധിക്കാം. (3200 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു വീടിനുള്ള പ്ലാനാണ് ഇത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിന് ഉള്ളത്. 2 ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആണ്. 2 അറ്റാച്ച്ഡ് കിടപ്പുമുറികളാണ് ഇവിടെ ഉള്ളത്. ഒപ്പം ലിവിംഗ് റൂം, ഓഫീസ് സ്പേസ്, ഫോയർ, ഡൈനിങ് റൂം, ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ, കാർ പോർച്ച്, ഇതിനൊക്കെയുള്ള സ്പേസ് ഈ പ്ലാനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ പ്ലാനിൽ 2350 സ്ക്വയർ ഫീറ്റ് ആണ്, 2350 സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ ഉള്ളിലെ വലിപ്പം. പോർച്ച്, വരാന്ത തുടങ്ങിയ സൗകര്യങ്ങൾക്ക് 843, അതായത് 843 സ്ക്വയർ ഫീറ്റ് ആണ് അതിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോ ഉള്ളിലെ സ്ക്വയർ ഫീറ്റും അതോടൊപ്പം പുറത്തെ സ്ക്വയർ ഫീറ്റും അടക്കം 3193 സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിലെ വീടിന്റെ കൃത്യമായ വിസ്തൃതി. എങ്ങനെയുണ്ട് രണ്ടാമത്തെ പ്ലാൻ? അപ്പൊ ഇതാണ് നിങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ തീർച്ചയായും അത് സ്വീകരിക്കാം. മൂന്നാമത്തെ ഫ്ലോർ പ്ലാനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. (3200
സ്ക്വയർ ഫീറ്റ് വലിപ്പം. കൃത്യമായി പറഞ്ഞാൽ 3131 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വലിപ്പം. വരാന്തകളും തൂണുകളും, ചുറ്റുവരാന്തയും തൂണുകളും അടക്കമുള്ള ഒരു പ്ലാൻ ആണ് ഇത്. ചുറ്റുവരാന്തയും തൂണുകൾക്കും പോർച്ചിനും സിറ്റ് ഔട്ടിനും ഒക്കെ ആയിട്ട് 1008 സ്ക്വയർ ഫീറ്റ് ആണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതല്ലാതെ അതൊഴിച്ച് ബാക്കിയുള്ള സ്ക്വയർ ഫീറ്റ് 2123 സ്ക്വയർ ഫീറ്റ് ആണ്. 3 ബെഡ്റൂമുകളും അതിൽ 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മൊത്തം 3131 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒറ്റനില വീടിന്റെ പ്ലാനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒപ്പം ലിവിംഗ് റൂം, ഡൈനിങ് ഏരിയ, കിച്ചൺ, സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 3131 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുകളുള്ള ചുറ്റുവരാന്തയും തൂണുകളും ഉള്ള ഒരു വീടിന്റെ പ്ലാൻ. അപ്പൊ ഇത്തരത്തിലുള്ള പ്ലാനുകളിൽ വേണ്ട മോഡിഫിക്കേഷൻസോ വ്യത്യാസങ്ങളോ ഒക്കെ തന്നെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഒരു ബേസിക് ഫ്ലോർ പ്ലാൻ, അടിസ്ഥാനം ആയിട്ടുള്ള വേണ്ട ഒരു ഫ്ലോർ പ്ലാൻ മാത്രമാണ് നമ്മളിപ്പോ തരുന്നത്. അതിൽ വേണ്ട വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഒക്കെ തന്നെ പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ്. അടുത്ത ഫ്ലോർ പ്ലാൻ നമുക്കൊന്ന് കാണാം. $3560 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വലിപ്പം. അത്രയും വിസ്തൃതിയുള്ള ഒരു വീടിനുള്ള പ്ലാൻ ആണ് ഇത്. സിറ്റ് ഔട്ട്, ചെറിയ വരാന്ത, തൂണുകൾ എന്നിവ ഇവയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പുറത്തെ സ്ക്വയർ ഫീറ്റ് 1267, അത്രയും സ്ക്വയർ ഫീറ്റ് പുറത്ത് ഈ സിറ്റ് ഔട്ട്, വരാന്ത ഇവയ്ക്കൊക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. ഉള്ളിലുള്ള സ്ക്വയർ ഫീറ്റ് 2293 സ്ക്വയർ ഫീറ്റ് ആണ്. അങ്ങനെ മൊത്തം 3560 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒറ്റനില വീടിന്റെ പ്ലാനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ മാസ്റ്റർ ബെഡ്റൂം അടക്കം 4 കിടപ്പുമുറികളാണ് ഉള്ളത്. 3 ബാത്റൂമുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 2 അറ്റാച്ച്ഡ് ആണ്, 1 കോമൺ ബാത്റൂം. കാർ പോർച്ച് ഉണ്ട്, ഡൈനിങ് ഏരിയ, കിച്ചൺ, സ്റ്റോറേജ് സ്പേസ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പ്ലാൻ ആണ് ഇത്. മുറ്റത്ത് പൂന്തോട്ടം ഒക്കെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അത്രയും തന്നെ ഭംഗി വർദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ആണ് ഇത്. 3560 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂം വീട്. അപ്പോൾ ഈ പ്ലാൻ എങ്ങനെയുണ്ട്? അപ്പൊ എന്തായാലും ഇത്രയും പ്ലാൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരും എപ്പിസോഡുകളിലായിട്ട് വൈവിധ്യമാർന്ന പ്ലാനുകൾ, വിവിധ ആർക്കിടെക്റ്റുകളുടെ പ്ലാനുകൾ ഒക്കെ തന്നെ നമുക്ക് ഈ എപ്പിസോഡിൽ, കുക്കൂസ് നെസ്റ്റിലെ എപ്പിസോഡുകളിൽ കാണാവുന്നതാണ്. അപ്പൊ എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് കുക്കൂസ് നെസ്റ്റിന്റെ 25ാമത്തെ എപ്പിസോഡാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുവരെ എത്തിയത്. തുടർന്നും പ്രേക്ഷകരുടെ എല്ലാവിധ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും പതിവ് പോലെ അഡ്രസ്സ് പറയുകയാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. അഡ്രസ് ഇതാണ്: ദ പ്രൊഡ്യൂസർ, കുക്കൂസ് നെസ്റ്റ്, VTV, കൈരളി സ്റ്റുഡിയോ കോംപ്ലക്സ്, വെണ്ണല PO, കൊച്ചിൻ 28. ഞങ്ങളുടെ ഫോൺ 9446956254. ഇമെയിലുകൾ വഴിയും പ്രേക്ഷകരുടെ ഞങ്ങളെ അറിയിക്കാം. ഞങ്ങളുടെ ഇമെയിൽ ID cuckoosnest.ds@gmail.com. കുക്കൂസ് നെസ്റ്റിന്റെ എപ്പിസോഡുകൾ ഇപ്പോൾ എല്ലാ ആഴ്ചയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴിയും പ്രേക്ഷകർക്ക് കുക്കൂസ് നെസ്റ്റിന്റെ എപ്പിസോഡുകൾ കാണാവുന്നതാണ്. കുക്കൂസ് നെസ്റ്റ് 1000 ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആ എപ്പിസോഡുകളെല്ലാം തന്നെ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. അപ്പൊ എന്തായാലും കുക്കൂസ് നെസ്റ്റിന്റെ 25ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വൈവിധ്യമാർന്ന കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.